ഇനി അടുത്ത റൂളാണ് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ഓൺ സെയിൽ ഓർ മെർജർ ലീസ് എക്സെട്ര. റൂള് 41. റൂള് 41 എന്താണ് കുഞ്ഞുങ്ങളെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ തങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉടമസ്ഥാവകാശം മറ്റൊരു ബിസിനസ്സുകാരന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അൺയൂട്ടിലൈസ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആ ബിസിനസ് സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് കൈമാറ്റം ചെയ്ത് കിട്ടിയിരിക്കുന്ന റിസീപ്പിയൻസിന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ അയാൾ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് റൂൾ 41 കൃത്യമായിട്ടും പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വേർ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഓൺ അക്കൗണ്ട് of sale, merger, demerger, amalgamation, lease or transfer of the business with specific provisions for transfer of liabilities in the input tax credit which remain unutilized can be transferred subject to the following rules. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ തങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം, അതായത് GST അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ തങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കുകയാണ്. ഏത് വഴിയാണ്? ചിലപ്പോൾ ബിസിനസ് സ്ഥാപനം വിൽക്കുന്നത് വഴിയാകാം, അല്ലെങ്കിൽ മെർജ് ചെയ്യുന്നത് വഴിയാകാം, അല്ലെങ്കിൽ ഡീമെർജ് ചെയ്യുന്നത് വഴിയാകാം, അല്ലെങ്കിൽ അമാൽമഗേഷൻ വഴിയാകാം, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്നു ലീസ് വഴിയോ, അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതിലൂടെയാകാം. ഓക്കെ, അങ്ങനെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ടാക്സുകളും അതുപോലെ തന്നെ ബാധ്യതകളും മറ്റൊരു വ്യക്തിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിൽ പർച്ചേസ് മുഖേന അടച്ചു വെച്ചിരിക്കുന്ന ആ ബിസിനസ് സ്ഥാപനത്തിൽ ഏത് തരത്തിലുള്ള സ്റ്റോക്ക് ഐറ്റമോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗുഡ്സോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസോ പർച്ചേസ് ചെയ്യുന്നത് വഴി അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടും വാസ്തവത്തിൽ ആ ബിസിനസ് സ്ഥാപനം ആർക്കാണ് ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ടത് ആ ബിസിനസ്സുകാരന് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ അങ്ങനെ ഈ ഒരു ബിസിനസ് സ്ഥാപനം ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയേക്കുന്ന റിസീപ്പിയൻസിന് ഏതൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കണമെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടാകണം. ഫസ്റ്റ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡീറ്റെയിൽസ് ഓഫ് സെയിൽ ഓർ മെർജർ, ഡീമെർജർ, അമാൽമഗേഷൻ, ലീസ് ഓർ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് ഷുഡ് ബി ഫർണിഷ്ഡ് in form of GST ITC-02 electronically in the common portal along with the request of transfer unutilized input tax credit lying in his electronic credit ledger to the transferee. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരനാണോ അയാളുടെ ബിസിനസ് സ്ഥാപനം, ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം മറ്റൊരു ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇവിടെ രണ്ട് രീതിയിലുള്ള വ്യക്തികളാണുള്ളത്, ട്രാൻസ്ഫറും ട്രാൻസ്ഫറേയും. ഓക്കെ, ആരാണോ ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്യുന്നത് അയാൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആർക്കാണോ ഈ ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്ത് കിട്ടുന്നത് ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ കൃത്യമായിട്ടും അയാൾ പറഞ്ഞിട്ടുണ്ടാകണം ഇത് ഏത് രീതിയിലാണ് ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത് ചിലപ്പോൾ സെയിലാകാം, അല്ലെങ്കിൽ മെർജാകാം, ഡീമെർജാകാം, അമാൽമഗേഷൻ ആകാം, ലീസാകാം, ട്രാൻസ്ഫർ ആകാം, എന്ത് രീതിയിലുമാകാം. ആ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ബിസിനസ് സ്ഥാപനം ഏത് രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഫോം GST ITC-02 കൃത്യമായിട്ടും ഓൺലൈൻ മുഖേന ഈ ബിസിനസ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിനെ ബോധിപ്പിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അയാളുടെ GST രജിസ്ട്രേഷൻ കോമൺ പോർട്ടലിൽ. അതുകൂടാതെ തന്നെ അയാൾ ഒരു റിക്വസ്റ്റും കൊടുത്തിട്ടുണ്ടാകണം ഗവൺമെൻറ്റിന്. അയാൾ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ ഒരു ബിസിനസ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ അയാളുടെ ഉടമസ്ഥതയിൽ ഈ ഒരു ബിസിനസ് സ്ഥാപനം വരുന്നപ്പോൾ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള പർച്ചേസ് വഴി ഗവൺമെൻറ്റിലേക്ക് ഏത് തരത്തിലുള്ള ഗുഡ്സോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സർവീസോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് വഴി ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാതെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ, അത് ഏത് വ്യക്തിക്കാണോ ഈ ഒരു ബിസിനസ്സുകാരൻ കൈമാറ്റം ചെയ്ത് കൊടുക്കുന്നത് ഈ ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്ത് കിട്ടുന്ന ആ വ്യക്തിക്ക്, ആ റിസീപ്പിയന് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം എടുക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആരാണോ ഈ ഒരു ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്ത് സ്വീകരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകണമെന്ന് ഒരു റിക്വസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഈ ബിസിനസ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൃത്യമായിട്ടും ഫോം GST ITC-02 ഒപ്പം
ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം ഓൺലൈൻ മുഖേന ഗവൺമെൻറ്റിന്. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബിസിനസ് കൈമാറ്റം ചെയ്ത് ലഭിച്ചിരിക്കുന്ന ബിസിനസ്സുകാരന് ITC എമൗണ്ട്, ഇങ്ങനെ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് ആ ബിസിനസ് സ്ഥാപനത്തിൽ കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്ത് ഗവൺമെൻറ്റിന് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ബിസിനസ് ഈ അമാൽമേഷൻ, അതുപോലെ തന്നെ ഡീമർജർ, ലീസ്, ട്രാൻസ്ഫർ, അതുപോലെ തന്നെ സെയിൽ വഴി കൈമാറ്റം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഏത് തരത്തിലുള്ള ITC എമൗണ്ട് ക്ലെയിം ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ആ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ബിസിനസ് സ്ഥാപനം ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന റിസിപ്പിയൻറ്റിന് അത് ഉപകാരപ്പെടണമെങ്കിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം, ഈ ബിസിനസ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ ആ ബിസിനസ് ഏത് രീതിയിലാണ് ഗവൺമെൻറ്റിലേക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആ രീതിയിലുള്ള ഡീറ്റെയിൽസ് ഫോം GST 02 കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ ഒരു റിക്വസ്റ്റും ഓൺലൈൻ മുഖേന ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. എന്താണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇത് ആരാണ് ഇദ്ദേഹത്തിൽ നിന്നും ഈ ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്ത് സ്വീകരിക്കുന്നത് അയാളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാകണമെന്ന്, അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിലേക്ക് ഫോം GST 02 അപ്പോൾ സമർപ്പിച്ചിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ആ ബിസിനസ് കൈമാറ്റം ചെയ്ത് കിട്ടിയേക്കുന്ന റിസിപ്പിയൻസിന് ആ ബിസിനസ് സ്ഥാപനത്തിൽ അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കൽ നടക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് demerger the input tax credit shall be apportioned in the ratio of the value of asset of the new unit ആ സ്പെസിഫൈഡ് ഇൻ ദി ഡീമർജർ സ്കീം. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം ഡീമർജ് വഴിയാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മറ്റൊരു വ്യക്തിയുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്നതെങ്കിൽ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഏത് തരത്തിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അസറ്റിൻ്റെ വാല്യൂ, അതായത് നമ്മൾ രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ കൂടിച്ചേർന്ന് ഒന്നായി മാറുന്നു, അല്ലെങ്കിൽ ഡീമർജ് ചെയ്ത് ഒന്നായി മാറുന്നു. ഓക്കെ, അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പർച്ചേസ് മുഖേന അടച്ചു വച്ചിരിക്കുന്ന ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പർച്ചേസ് മുഖേന അടച്ചു വച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുന്നത് ഏത് റേഷ്യോയിലായിരിക്കും, പുതിയ യൂണിറ്റിൻ്റെ വാല്യൂ ഓഫ് അസറ്റിൻ്റെ റേഷ്യോയിലായിരിക്കും വീതം വെച്ചെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നാണ് ഡീമർജർ സ്കീമിൽ കൃത്യം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം ഡീമർജ് വഴിയാണ് മറ്റൊരു വ്യക്തിയുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ ഏത് തരത്തിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എങ്ങനെ വീതം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ യൂണിറ്റിൽ എങ്ങനെയാണ് ഡീമർജ് ചെയ്ത് വരുന്ന പുതിയൊരു ബിസിനസ് യൂണിറ്റിൻ്റെ അസറ്റിൻ്റെ വാല്യൂ ഏതോ ആ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദ ട്രാൻസ്ഫർ ഷാൽ ഓൾസോ സബ്മിറ്റ് കോപ്പി ഓഫ് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ചാർട്ടേഡ് അക്കൗണ്ട് ഓർ കോസ്റ്റ് അക്കൗണ്ട് സർട്ടിഫൈങ് ദാറ്റ് സെയിൽ, മെർജർ, ഡീമർജർ, അമാൽമേഷൻ, ലീസ് ഓർ ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് ഹാസ് ബീൻ ഡൺ വിത്ത് ദ സ്പെസിഫിക് പ്രൊവിഷൻ ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് ലയബിലിറ്റീസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈമാറ്റം ചെയ്യപ്പെട്ട ബിസിനസ്സിൻ്റെ എല്ലാ ടാക്സ് ബാധ്യതകളും വ്യക്തമാക്കുന്ന ഒരു ടാക്സ് ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ, ആരാണ് ഈ ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ആ വ്യക്തി ഒരു CA കാരനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു CMA കാരനെ കൊണ്ടോ ഓഡിറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫറിക്ക് കൈമാറിയിട്ടുണ്ടാകണം ഫോം GST ITC 02 ഒപ്പം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ the transferee shall on the common portal accept the details so furnished by the transferor, and upon such acceptance the unutilized credit specified in form GST ITC 02 that shall be credited to his electronic credit ledger. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിസിനസ് ട്രാൻസ്ഫറുടെ കയ്യിൽ നിന്ന് കൈമാറ്റം ചെയ്ത് ലഭിച്ചിട്ടുള്ള ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ കോമൺ പോർട്ടലിൽ കയറിയിട്ട് ഈ ഒരു ട്രാൻസ്ഫർ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഈ ബിസിനസ് കൈമാറ്റം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ നൽകിയിരിക്കുന്ന ഈ വിവരങ്ങളൊക്കെയും ശരിയാണ്, എത്ര രൂപയാണ്, ഏതൊക്കെ അസറ്റ് പർച്ചേസ് ആ ഒരു ബിസിനസ് സ്ഥാപനം അങ്ങനെ കൈമാറ്റം ചെയ്ത് കിട്ടിയിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഏതൊക്കെ സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്തപ്പോഴാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോഴാണ്, എത്ര രൂപ എമൗണ്ടാണ് ഗവൺമെൻറ്റിലേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അടച്ചേക്കുന്നത്, ആ മുതലായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുകയും ആ ബിസിനസ് സ്ഥാപനത്തിൽ അൺയൂട്ടിലൈസ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ അൺയൂട്ടിലൈസ് ആയിട്ട് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എത്രയെന്നും അത് ഏതൊക്കെ അസറ്റ് ഏതൊക്കെ ഡേറ്റിൽ പർച്ചേസ് ചെയ്ത് വഴിയാണ് ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് കിട്ടിയതെന്നും ആ എമൗണ്ട് എത്രയെന്നും കൃത്യമായിട്ട് അവർ പരിശോധിക്കുന്നു. ഈ ബിസിനസ് കൈമാറ്റം ചെയ്ത് കിട്ടിയേക്കുന്ന ട്രാൻസ്ഫർ പരിശോധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ
ബാധ്യതകളും അതുപോലെ തന്നെ എല്ലാ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ബാധ്യതകളും വ്യക്തമാക്കുന്ന ഒരു ടാക്സ് ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓഡിറ്ററെ കൊണ്ട് അല്ലെങ്കിൽ ഏത് സി എക്കാരനെ കൊണ്ടോ അല്ലെങ്കിൽ സി എം എക്കാരനെ കൊണ്ടോ ഈ ഒരു ട്രാൻസ്ഫർ എന്ത് ചെയ്യുന്നു, ഓഡിറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഓൺലൈൻ മുഖേന ഈ ഒരു ട്രാൻസ്ഫറേക്ക് കൈമാറുന്നു. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ട്രാൻസ്ഫറേക്ക് ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഭാഗമായിട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ട്രാൻസ്ഫർ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ബിസിനസ് കൈമാറി നൽകിയിരിക്കുന്ന ട്രാൻസ്ഫർ ബിസിനസ്സുകാരൻ അയാൾ നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ തെറ്റാണെങ്കിൽ ഈ ട്രാൻസ്ഫർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഈ ബിസിനസ് കൈമാറ്റം ചെയ്ത് ഈ ബിസിനസ് സ്ഥാപനം സ്വീകരിച്ചിരിക്കുന്ന ട്രാൻസ്ഫർക്ക് ഇദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അൺയൂട്ടിലൈസ് ആയിട്ട് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കലൊന്നും നടക്കുകയില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാധ്യതകൾ ടാക്സ് ലയബിലിറ്റി ഒക്കെ വ്യക്തമാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഏതൊക്കെ ഗുഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്ക് ഐറ്റംസ് ആണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് വഴിയായിട്ടും ഗവൺമെൻറ് ഈ ടാക്സ് എമൗണ്ട് അടച്ചു വെച്ചേക്കുന്നത്, ഈ ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എത്ര അൺയൂട്ടിലൈസ് ആയിട്ട് ആ ബിസിനസ് ഫേമിൽ കിടക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു അതിൻ്റെ ആ ഒരു ടാക്സ് ലയബിലിറ്റികളൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യങ്ങൾ ഈ ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ ഒരു സി എക്കാരനെ കൊണ്ടോ സി എം എക്കാരനെ കൊണ്ടോ തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാകണം, തീർച്ചയായിട്ടും ഒന്ന് ഓഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാകണം. അതിനുശേഷം ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ആ ഒരു സർട്ടിഫിക്കറ്റ് ഈ ഒരു ട്രാൻസ്ഫർ ബിസിനസ്സുകാരൻ അയാളുടെ ഓൺലൈൻ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം മാത്രമേ ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ കൈമാറ്റം ചെയ്ത് ലഭിച്ചിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അൺയൂട്ടിലൈസ് ആയിട്ട് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കൽ നടക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ള അതിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ഒരു ബിസിനസ്സുകാരന് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് ഷോ ചെയ്യുന്ന ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അത് ക്രെഡിറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദ ഇൻപുട്ട് ആൻഡ് ദ ക്യാപിറ്റൽ ഗുഡ്സ് സോ ട്രാൻസ്ഫേർഡ് ഷാൽ ബി ഡ്യൂലി അക്കൗണ്ടഡ് ഫോർ ബൈ ദി ട്രാൻസ്ഫർ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് നമ്മുടെ ഈ ഒരു ബിസിനസ് കൈമാറ്റം ചെയ്ത് ലഭിച്ചിരിക്കുന്ന ബിസിനസ്സുകാരന് അയാൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഈ ട്രാൻസ്ഫർ ചെയ്ത് നൽകിയിരിക്കുന്നതിൽ ബിസിനസ് കൈമാറ്റം ചെയ്ത് നൽകിയിരിക്കുന്ന ബിസിനസ്സുകാർ നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ കൃത്യമായിട്ടും അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ആ കാര്യങ്ങളൊക്കെയും എന്താണ് ഈ ബിസിനസ് കൈമാറ്റം ചെയ്ത് ലഭിച്ചിരിക്കുന്ന ബിസിനസ്സുകാരൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന അസറ്റിൻ്റെ വാല്യൂം അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ വാല്യൂം എത്ര ടാക്സ് എമൗണ്ട് ആണ് ഇദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടുന്നത് മുതലായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ മുഖേന ആ ബിസിനസ് കൈമാറ്റം ചെയ്ത് ലഭിച്ചിരിക്കുന്ന ബിസിനസ്സുകാരന് അയാളുടെ GST പോർട്ടൽ വഴി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിച്ചാൽ കണ്ടെത്താമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും GSTയുടെ അകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിൽ അൺയൂട്ടിലൈസ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട ആ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്ഥാപനം മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ ആ കൈമാറ്റം ചെയ്ത ബിസിനസ് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് വ്യക്തിയാണ് ഈ ഒരു ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അത് ചിലപ്പോൾ അമാൽഗമേഷൻ വഴിയാകാം, അല്ലെങ്കിൽ ഡീമർജർ വഴിയാകാം, ഇല്ലെങ്കിൽ ലീസിന് കൊടുക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഫേം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാകാം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബിസിനസ് സ്ഥാപനം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നത്, ആ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ബിസിനസ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ അയാളുടെ ഓൺലൈൻ GSTയുടെ അകത്ത് ഫോം GST ITC-02 കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. അതുകൂടാതെ ആ ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന
ആ ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ എന്ത് ചെയ്തിട്ടുണ്ടാകണം? ഒരു റിക്വസ്റ്റും ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫേമിൽ അൺയൂട്ടിലൈസ് ആയിട്ട് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഈ ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്നും ആരാണ് ഈ ബിസിനസ് സ്ഥാപനം കൈമാറ്റം ചെയ്ത് സ്വീകരിക്കുന്നത് ആ വ്യക്തിയുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്ക് ക്രെഡിറ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിക്വസ്റ്റും ഫോം GST ITC 02-ൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു ഡീമർജർ വഴിയാണ് ഒരു ബിസിനസ് സ്ഥാപനം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡീമർജ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഏത് തരത്തിൽ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് അൺയൂട്ടിലൈസ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ ആ ബിസിനസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പുതിയ അസറ്റിൻ്റെ വാല്യൂ റേഷ്യോയുടെ അടിസ്ഥാനത്തിലായിരിക്കും ക്ലെയിം ചെയ്ത് കിട്ടുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബിസിനസ് സ്ഥാപനം മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ എവിടെയെങ്കിലും അൺയൂട്ടിലൈസ് ആയിട്ട് കിടക്കുന്ന ക്രെഡിറ്റ് എമൗണ്ട് ഈ ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്നും ആ ബിസിനസ് സ്ഥാപനം കിട്ടുന്ന ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ, ഈ ബിസിനസ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൻ ആ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ബിസിനസ് സ്ഥാപനത്തിൽ കൈമാറ്റം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ എല്ലാ ടാക്സ് ലയബിലിറ്റീസും ഒരു CA-കാരനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു CMA-കാരനെ കൊണ്ടോ ഓഡിറ്റ് ചെയ്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് എവിടെ കൊടുത്തിട്ടുണ്ടാകണം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബിസിനസ് പേയ്മെൻറ്റ്, സെയിൽ, മെർജർ, ഡീമെർജർ, അമാൽമേഷൻ, ലീസ്, ട്രാൻസ്ഫർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു CA-കാരനെ കൊണ്ടോ അല്ലെങ്കിൽ CMA-കാരനെ കൊണ്ടോ ഓഡിറ്റ് ചെയ്തുകൊണ്ട് ആ ട്രാൻസ്ഫറേക്ക് കൈമാറിയിട്ടുണ്ടാകണം നിയമപ്രകാരം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ട്രാൻസ്ഫർ ആയിട്ടുള്ള ബിസിനസ്സുകാരൻ ആ ബിസിനസ്സിൻ്റെ സർവത്ര ടാക്സ് ലയബിലിറ്റീസും ഒരു CA-കാരനെ കൊണ്ട് CMA-കാരനെ കൊണ്ട് ഓഡിറ്റ് ചെയ്തത് ഫോം GST 02-ൻ്റെ ഒപ്പം ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അതിനുശേഷം മാത്രമേ നമ്മുടെ ട്രാൻസ്ഫർ ഈ ബിസിനസ് കൈമാറ്റം ചെയ്ത് ഈ ബിസിനസ് സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫറെ അത് അദ്ദേഹത്തിൻ്റെ കോമൺ പോർട്ടൽ വഴി ഈ ട്രാൻസ്ഫർ നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ ശരിയെന്ന് പരിശോധിക്കുകയും അതിനുശേഷം മാത്രം എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റൻസ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? നമ്മുടെ ട്രാൻസ്ഫർ ആയിട്ടുള്ള ആൾ ഒരു റിക്വസ്റ്റ് വിടുന്നു ഗവൺമെൻറ് ഉള്ളിലേക്ക്, ഞാൻ എൻ്റെ ബിസിനസ് സ്ഥാപനം ഇന്ന ഒരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്, എൻ്റെ ബിസിനസ് സ്ഥാപനം ഇത്ര എമൗണ്ട് ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്യാതെ കിടക്കുന്നുണ്ട്, അങ്ങനെ ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന എമൗണ്ട് ആരാണ് ഈ ബിസിനസ് സ്ഥാപനം എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന അയാളുടെ ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്ക് ക്രെഡിറ്റ് ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് വിടുന്നു. ഓക്കെ, അത് ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള GST അതോറിറ്റി അത് പരിശോധിച്ചതിന് ശേഷം ഇത് ഇയാളുടെ കയ്യിൽ നിന്ന് ബിസിനസ് സ്ഥാപനം സ്വീകരിക്കുന്ന റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫറുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്ക് ആ ബിസിനസ് സ്ഥാപനത്തിൽ അൺയൂട്ടിലൈസ് ആയിട്ട് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗവൺമെൻറ് ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള GST അതോറിറ്റി ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥന് ആ കൈമാറ്റം ചെയ്ത ബിസിനസ് സ്ഥാപനം കിട്ടിയേക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ഇൻപുട്ട് ടാക്സ് എമൗണ്ടിന് അർഹമായിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ വാല്യൂ അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എത്രയെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം. ഓക്കെ, താങ്ക് യു കുഞ്ഞുങ്ങളെ. ഈ പറഞ്ഞിരിക്കുന്നതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ചോദിക്കുക. ഓക്കെ, താങ്ക്സ്.